ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പാസ്ത ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കാൻ വെക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഷേപ്പിലുള്ള പാസ്തയാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു 2 കപ്പ് പാസ്ത വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പാസ്ത വേവിക്കുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ പാസ്ത വേവിക്കുക എന്നൊക്കെ പറയുമ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല, അതുകൊണ്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ ഇത് നമ്മുടെ പാസ്ത കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മളിത് മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് കുറച്ച് നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നോർമൽ വാട്ടർ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൽ എക്സ്ട്രാ അടങ്ങിയിട്ടുള്ള ആ ഒരു സ്റ്റാർച്ചൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നമ്മുടെ പാസ്തയൊക്കെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിൽ വെക്കാം. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ എന്തിനാണ് ചേർത്തതെന്ന് വെച്ചാൽ ബട്ടർ മാത്രമാകുമ്പോൾ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പം ബട്ടർ അതേ ഒരു ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം ചിക്കനാണ് കേട്ടോ. അപ്പോൾ എല്ലില്ലാത്ത ചിക്കന് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനിൽ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ ഇതിനായിട്ട് വേറൊരു പാത്രം എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, രണ്ടും സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പാസ്തയൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ചിക്കനിലാണെങ്കിലും വൈറ്റ് സോസിലാണെങ്കിലും ഒക്കെ ഉപ്പ് ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചിക്കന് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ളതൊക്കെ എല്ലില്ലാത്ത പീസാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്കിത് കുക്കായി കിട്ടും. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു കളർ ആവണമെന്നൊന്നുമില്ല, അതിന് മുന്നേ തന്നെ എടുക്കുക. ചിക്കന് വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ചിക്കന് ഫ്രൈ ചെയ്തിട്ടുള്ള അതേ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പാസ്ത ഉണ്ടാക്കുമ്പോഴേ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിലും പാസ്ത വേവിക്കുമ്പോഴൊക്കെ സൺഫ്ലവർ ഓയിലിന് പകരം ഒലിവ് ഓയിൽ ചേർക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഒലിവ് ഓയിൽ കിട്ടുമെങ്കിൽ അതന്നെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബട്ടറൊക്കെ മെൽറ്റായി വന്നപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വെളുത്തുള്ളിയുടെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഏകദേശം ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കുക. മൈദ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മൈദ ചേർക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൈദ കരിഞ്ഞു പോകും കേട്ടോ. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 2 ടീസ്പൂൺ മൈദയും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റൊക്കെ നമ്മളിത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മാക്സിമം ഒരു 3-4 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മൈദ ഈ ഒരു രീതിയിലായി കിട്ടും. എന്നിട്ട് ഇതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു 4 മിനിറ്റ് കൊണ്ട് തന്നെ സോസ് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 സ്ലൈസ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് മൊസറല്ല ചീസ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാസ്ത ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഒരു വൈറ്റ് സോസും ചിക്കനും പാസ്തയും എല്ലാം കൂടെ അങ്ങ് സെറ്റ് ആവുന്നവരെ നല്ല രീതിയിൽ ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ പാസ്ത ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉപ്പ് ഒരുമിച്ച് ചേർക്കാണ്ട് ഇതുപോലെ കുറച്ചായിട്ട് തന്നെ ചേർത്താൽ മതി കേട്ടോ. പാസ്തയിലൊക്കെ പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടി കിട്ടും, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ആണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ആയിട്ടുള്ള ബേസിൽ ലീവ്സ്, പാസ്ല ലീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ.
ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഒറിഗാനോ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പാസ്തയ്ക്ക് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കിട്ടുക ഒറിഗാനോവും ചില്ലി ഫ്ലേക്സും ചേർക്കുമ്പോൾ. ഇനി ചില്ലി ഫ്ലേക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചുവന്ന മുളക് ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് കറക്കിയെടുത്താൽ ചില്ലി ഫ്ലേക്സ് ആയിട്ട് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ നമ്മുടെ വൈറ്റ് സോസ് ചിക്കൻ പാസ്ത റെഡി ആയി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങളിത് കഴിക്കുമ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇത് ചൂടോടെ കഴിക്കുമ്പോഴേ ഇതിൻ്റെ ആ ഒരു ക്രീമിൻ്റെ ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ഇനി വേറെ ഉണ്ടായില്ല കേട്ടോ. അത്രയും സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിലും കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം ഇൻഷാ അല്ലാ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.